ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാളും കൂടെ തന്നിരിക്കുകയും ഇന്ന് നമ്മൾ എപ്പിസോഡ് 40 നമ്മൾ പാക്കുന്നത്. എപ്പിസോഡ് 40 നമ്മൾ വാസിക്കുന്നത് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. എഫെസ്യ ലേഖനം 5:19 മുതൽ താഴോട്ട്. അത് എന്നാ ഇങ്ങനെ சொல்லுது, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. അതായത് നിങ്ങൾ ആണ്ടവരുടെ മക്കളാണെങ്കിൽ നിങ്ങൾ എന്നാ പറയണമെന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കെ, നിങ്ങൾ ആത്മീയ ഗീതങ്ങൾ, അതായത് നിങ്ങൾ പാട്ട് പാടിയും അല്ലെങ്കിൽ ഗീതങ്ങൾ പാടിയും അത് മാത്രമല്ല തമ്മിൽ സംസാരിച്ചും, അതായത് അന്യോന്യം നമ്മൾ പേശി, അതായത് നമ്മൾ പാട്ട് പാടുമ്പോൾ അവർക്ക് ഉത്സാഹം വന്നിടും, അവർക്ക് പ്രചോദനം വന്നിടും, അവർക്ക് അതിനെപ്പറ്റി ആ പാട്ടുകൾ കേട്ട് അവർക്ക് വിശ്വാസത്തിൽ കൂടുതൽ ഉണർവ് വന്നിടും. അതുകൊണ്ട് നമുക്ക് എന്നാ பண்ணണം ആണ്ടവർ ചൊല്ലിക്ക്, നിങ്ങൾ പാട്ട് പാടണം. അതായത് പാട്ട് നമ്മുടെ ആരാധനയ്ക്ക് ഒരു മുൻകാര്യം താൻ. കാരണം പാട്ടിനാൽ നമ്മൾ എന്നാ പറ്റും, നമുക്ക് സന്തോഷം നിറഞ്ഞിടും. നമ്മൾ വാസിക്കുമ്പോൾ, നമ്മൾ ദാവീദിനെ പറ്റി വാസിക്കുമ്പോൾ എന്നാ നമ്മൾ പാക്കുന്നത്, നമ്മൾ ദാവീദിനെ വാസിക്കുമ്പോൾ എന്നാ നമ്മൾ വാസിക്കുന്നത്, ദാവീദ് എപ്പോഴുമേ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. അവൻ്റെ കയ്യിൽ ഒരു വീണ ഇരിക്കെ അവൻ വീണയും പാട്ടും എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. അവൻ്റെ പാട്ട് താൻ നമ്മൾ വചനത്തിൽ നമ്മൾ പാക്കുമ്പോൾ സങ്കീർത്തനത്തിൽ മുഴുവനും പാട്ട് അവൻ്റെ താൻ. മുഴുവൻ ഒരു 90% പാട്ടും അവൻ താൻ പാടിയതാണ്. അത് മാത്രമല്ല അവൻ്റെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ശമൂവേലിൻ്റെ പുസ്തകങ്ങളിൽ എപ്പോഴും പോകുമ്പോൾ അവൻ എന്നാ பண்ணுന്നത്, അവൻ എപ്പോഴുമേ പാടിക്കൊണ്ടേയിരിക്കും. അന്നേരം പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞിടും. നമുക്ക് മറ്റുമല്ല പ്രയോജനം, അത് കേൾക്കുന്നവർക്കും പ്രചോദനം. നിങ്ങൾ പാട്ട് നോക്കുക, എവിടെയെങ്കിലും നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്തു, നമ്മൾ അവിടെ പോയി അവൻ കേൾക്കും, അവൻ എന്നാ പാടുന്നത്, അത് എപ്പോഴും പാടുന്നത്, അത് നമ്മുടെ ഹൃദയത്തിന് നമുക്കത് നല്ലതായിരിക്കും, ഇല്ല ഈണമായിരിക്കും. അത് ഏത് പാട്ടാണെങ്കിലും നമ്മൾ പാക്കണം. അതേപോലെ നമുക്ക് എല്ലാ പാട്ടും നമുക്ക് പാടാൻ മുടിയാതെ ഏത് പാട്ട് പാടണം, ആത്മീയ ഗീതങ്ങൾ, അതായത് ആണ്ടവരുടെ ആത്മാവിന് ചിത്തമായ പാട്ടുകൾ പാടണം. ആത്മീയ ഗീതങ്ങൾ, അതായത് ആത്മാവിന് ചിത്തമായ ഗീതങ്ങൾ നമ്മൾ പാടുമ്പോൾ എന്നാ പറ്റും, ആത്മാവിന് ഉണർവുണ്ടാവും, ആത്മാവിന് പ്രചോദനം கிடைക്കും, ആത്മാവിന് ശക്തി നിറയും. ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ നിറഞ്ഞ തുളുമ്പും. ആത്മാവിൻ്റെ ശക്തിയിൽ തുളുമ്പ് മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം അതുകൊണ്ട് മറന്നിടും. അത് പോയിടുമെന്നല്ല ചൊല്ലുക, അതെല്ലാമേ അങ്കിൽ തന്നെ ഇരിക്കും. എന്നാലും നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നമ്മൾ എന്നാ പറ്റും, അതെല്ലാമേ മറന്നിടും. അപ്പോൾ മറന്നിടുമ്പോൾ എന്നാ പറ്റും, മറന്നിടുമ്പോൾ നമുക്ക് ആണ്ടവരുടെ കൂടുതൽ നമുക്ക് പക്കം വരുവാൻ തക്കോണം ഇടയാവും. ആത്മീയ ഗീതങ്ങൾ അത് ரொம்ப മഹത്വമുള്ള കാര്യമെന്ന് ഇங்கே പൗൽ ചൊല്ലിയിരിക്കുക. എന്താ ആത്മീയ ഗീതങ്ങളാലും പിന്നെ എന്താ തമ്മിൽ സംസാരിച്ചും. അത് മറ്റുമല്ല, നിങ്ങൾ അന്യോന്യം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വചനങ്ങൾ നമ്മൾ അന്യോന്യം പേശ് ചെയ്യണം. അവർക്ക് പ്രയാസമുള്ളപ്പോൾ, അവരുടെ പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ വചനങ്ങളാൽ അവരെ നമുക്ക് എന്നാ ഉത്സാഹപ്പെടുത്തണം. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ പുടിഞ്ഞോ ഇല്ലയോ എനിക്ക് தெரியாது. ഞാൻ പിന്നെ നമ്മൾ വചനം അവരോട് ചൊല്ലി, വചനം അവരോട് പേശി അവരെ നമ്മൾ കംഫർട്ട് பண்ணണം. അവരുടെ ഹൃദയത്തിന് സന്തോഷം നൽകണം. എന്നാലും നമ്മൾ രണ്ട് കാര്യം ചെയ്യേണ്ടത്, നമ്മൾ മറവാതെ ചെയ്യണം. ഒന്ന് എന്നതാ, ആത്മീയ ഗീതങ്ങൾ, നമ്മൾ ആണ്ടവരുടെ ഗീതങ്ങൾ പാടി ആണ്ടവരെ മഹത്വപ്പെടുത്തണം. അത് ആണ്ടവരുടെ ഗീതം പാടുമ്പോൾ ആണ്ടവരെ മഹത്വപ്പെടുത്തുന്ന ഗീതം താൻ പാടണം. അല്ലാതെ നമ്മൾ സിനിമ പാട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടോ പാടിയിട്ട് കാര്യമില്ല. അത് നമ്മുടെ ആത്മാവിനെ നമുക്ക് ഉണർവ് വരുത്താതെ.
ഏത് പാട്ട് ഉണർവ് വരുത്തും? ആത്മീയ ഗീതങ്ങൾ നമ്മൾ പാടുമ്പോൾ അത് ഉണർവ് വരുത്തും. ആത്മീയ ഗീതങ്ങൾ ഉണർവ് വരുത്തും. അത് മാത്രമല്ല, മറ്റുള്ളവരെ കേൾക്കുമ്പോൾ നമ്മൾ ആത്മീയ വചനങ്ങളാൽ അവരോട് പേശിയിടണം. അവരോട് പേശുമ്പോൾ അവർക്ക് അവരുടെ ഹൃദയം തണുത്തിടും, അവരുടെ ഹൃദയത്തിൽ കുളിർമ വന്നിടും, അവർ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അവർ വർദ്ധിച്ചിടും, അവർ ദൈവത്തോടെ അടുത്തിടും, ദൈവത്തോടെ സമീപത്തിൽ വന്നിടും. അതുകൊണ്ട് ഇங்கே അപ്പോസ്തലനായ നിങ്ങൾ എന്നെ രണ്ട് കാര്യം തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. ഇங்கே രണ്ട് കാര്യം ഈ പാട്ടിനെ പറ്റി ഇங்கே അപ്പോസ്തലനായ പൗലോസ് എന്നെ சொல்லுது, നിങ്ങളുടെ ഹൃദയത്തിൽ എന്നാ പടണം? ഹൃദയത്തിൽ കർത്താവിനെ പാടി. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴുമേ ഒച്ചത്തിൽ പാടണമെന്നല്ല, നമ്മൾ ഹൃദയത്തിൽ പാടിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എപ്പോഴാണ് ഹൃദയത്തിൽ പാടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പാത്തിരിക്കുക, ആരെങ്കിലും കുളിക്കാൻ പോകുമ്പോൾ എന്നാ പണ്ണും? പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? അവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് പാടുമ്പോൾ അവർ കുളിയുടെ കാര്യം മറന്നിട്ട് അതിൽ മുഴുകി അവർ നല്ലപോലെ എൻജോയ് പണ്ണും. അന്നേരം നമുക്ക് കുളിർമ കിടക്കണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ പാടണം. അതായത് അതുതന്നെ ഇங்கே சொல்லுது என்ன சொல்லுது? നിങ്ങൾ 19 വാക്യത്തിൽ ഹൃദയത്തിൽ കർത്താവിനെ പാടി. ആർക്ക് പാടണം? കർത്താവിന് വേണ്ടി പാടണം, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. നമ്മൾ ഷവറിൽ പാട്ട് പാടുന്നത് നമുക്ക് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയാ. നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മൾ ബാത്ത് പണ്ണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിടുമ്പോൾ നമ്മൾ പാടുന്ന പാട്ട് എന്തിനു വേണ്ടിയാ? നമ്മുടെ ഹൃദയത്തിന് കുളിർമ വരാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം വരാൻ വേണ്ടി. അത് നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് പാടും. അതായത് എല്ലാവരും വന്ന് ബാത്റൂമിലെ പാട്ട് നമ്മളെ കേൾക്കാൻ വേണ്ടിയാ? അത് ആർക്കും വേണ്ടിയില്ല, നമുക്ക് വേണ്ടിത്താൻ. അതേപോലെ തന്നെ ഇங்கே ആണ്ടവർ എന്നാ ചൊല്ലി നമ്മൾ ഹൃദയത്തിൽ നമ്മൾ പാട്ട് പാടണം. നമ്മൾ ഹൃദയത്തിൽ പാട്ട് പാടുമ്പോൾ നമുക്ക് അത് ആദ്യത്തെ കാര്യം നമ്മൾ വാസിച്ചു മറ്റുള്ളവർക്ക്, അതായത് നമ്മുടെ കൂട്ട സഹോദരന്മാർക്ക് മറ്റുള്ളവർക്ക് എപ്പടി അത് ചിത്തമായിടും, അല്ലെങ്കിൽ അവർക്ക് എപ്പടി അത് ഉപകാരമായിടും, അത് നമ്മൾ പാത്തു. എന്നാൽ നമുക്ക് എപ്പടി ഉപകാരം വരും എന്ന് രണ്ടാമത്തെ ഭാഗത്തിൽ ചൊല്ലുക. രണ്ടാമത്തെ കാര്യത്തിൽ എന്താ ചൊല്ലുക? നമ്മൾ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും. അതായത് കീർത്തനം എന്ന് ചൊല്ലിയാൽ നമ്മൾ പാട്ട് തന്നെ, അതല്ല, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവ് നമുക്ക് ആണ്ടവരെ നമ്മൾ സ്തുതിക്കണം. ഇംഗ്ലീഷിൽ എന്നെ വാസിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. Speaking yourself in psalms and hymns and spiritual songs, singing and making melody in your heart to the Lord. Singing and singing and making melody, spiritual song, singing and making melody in your heart to the Lord. അതായത് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ അവന് ഇണയ്ക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്നാ പണണം? നമ്മൾ ആണ്ടവരെ സ്തുതി പണിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മുടെ പാട്ടുകളായാലും നമ്മുടെ പ്രാർത്ഥനകളായാലും നമ്മളെല്ലാം പണ്ണുന്നത് ആർക്ക് ചിത്തമായിരിക്കണം? ആണ്ടവർക്ക് ചിത്തമായിരിക്കണം. അതുകൊണ്ട് ലാഭം എന്നെ கிடைക്കും? നമുക്ക് ലാഭം നമുക്ക് പാക്കണം. നമ്മൾ എന്നെ പണിയാൽ നമ്മൾ പാത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ലാഭമില്ലാതെ പണ്ണുക. ഏതൊരു കാര്യമായാലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിൽ വിടുന്നു. എന്തിനാ സ്കൂളിൽ വിടുന്നു? അവർ പഠിച്ച് വലുതായിട്ട് അവർ നല്ല ജോലി കിടച്ചിട്ട് അവർ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വയസ്സാന കാലത്ത് നിങ്ങളെ പാക്കണം. അതായത് നമ്മളൊരു മരം നട്ട് കഴിഞ്ഞാൽ, ഒരു മാങ്ങയുടെ മരം നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് എന്നാ നമ്മൾ അതിന് നമ്മൾ ഡെയിലി തണ്ണി ഊത്തി ഓരോ തൂത്തി എല്ലാമേ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ പർപ്പസ് എന്താ? അത് വളരും മാത്രമല്ല, പിന്നെ എന്നാ പറയണം? അത് ഫലം തരണം. അത് ഫലം തരുക മാത്രമല്ല, ഫലം നമ്മൾ സാപ്പിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം വരണം. അന്നേരം നമ്മുടെ ഹൃദയത്തിന് സന്തോഷം എപ്പോഴും വരിക ഫലം തിന്നുമ്പോൾ. അത് മട്ടുമല്ല, നമ്മൾ ഈ മാവിലെ അതായത് മരത്തിലെ മാങ്ങ മുഴുവൻ നമുക്ക് ഒറ്റയ്ക്ക് സാപ്പിടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഈ മരത്തിൽ എത്ര മാങ്ങ ഇരിക്കും, അപ്പടി നമുക്ക് സാപ്പിടാൻ. അത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുത്തിടണം. ഞാൻ പറഞ്ഞാൽ പിടിച്ചു. അതായത് നമ്മുടെ സന്തോഷം എന്നാ പണണം? മറ്റുള്ളവർക്കും കൊടുത്തിടണം, അല്ലെങ്കിൽ അവർക്കും ആ സന്തോഷം കിടക്കണം. അതായത് നമ്മുടെ സന്തോഷം അവർക്ക് കിടക്കണം. അവരത് നട്ടില്ല,
അവർ മാങ്ങാൻ നട്ടില്ല, അതിന് തണ്ണി ഊത്തിയില്ല, അവരതിന് ഓരം ഊത്തിയില്ല. ആര് ഊത്തിയത്? നമ്മൾ താൻ. മരം എപ്പോഴും വളരണം, നമ്മൾ അതിനെ ടേക്ക് കെയർ പണി, അതായത് നമ്മൾ അതിനെ ഡെയിലി അതിനെ പാത്ത് അതിനെ തേവപ്പെടുന്ന നമ്മൾ ചെയ്ത് അതിൻ്റെ സൈഡെല്ലാമേ മാന്തി അതിൻ്റെ ഓരമൊക്കെ കൊടുത്ത് അതിനെ പരിപാലിച്ച് അതിനെ ടേക്ക് കെയർ பண்ணணும். നിങ്ങൾ എത്രയും ടേക്ക് കെയർ பண்ணுமோ, അല്ലെങ്കിൽ നിങ്ങൾ എത്രയും നിങ്ങൾ അതിനോട് കൂടെ നിങ്ങൾ വസിക്കുമോ, അത്രയും അത് കൂടുതൽ ഫലം തന്നിടും. അന്നേരം ഇங்கே എന്താ சொல்வது, നമ്മൾ 19-ാം വാക്യത്തിൽ നമ്മൾ നമ്മൾ പാടിയും കീർത്തനം ചെയ്തു. അതായത് നമ്മൾ ആണ്ടവർക്ക് കീർത്തനം പാടിയും കീർത്തനം ചെയ്തു. അതായത് നമ്മൾ സ്തുതിച്ച് എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? മറ്റുള്ളവർക്കും പ്രയോജനമാണ്, നമുക്കും പ്രയോജനം വേണം, നമുക്കും പ്രയോജനം കിടക്കണം. അതായത് നമുക്ക് ദൈവത്തിൽ ആണ്ടവരോട് നേസം നമുക്ക് വർദ്ധിക്കണം. നമ്മൾ നേസം വർദ്ധിക്കുമ്പോൾ നമ്മൾ ആത്മാവിലെ പാടിക്കൊണ്ടേയിരിക്കും, മറ്റുള്ളവരോട് വചനം ചൊല്ലിക്കൊണ്ടേയിരിക്കും, നമ്മൾ സ്തോത്രം പണിക്കൊണ്ടേയിരിക്കും, നമ്മൾ മനസ്സിൽ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. അത് എന്തിനാ? നമുക്ക് മറ്റും തന്നെ അല്ല, മറ്റേ എല്ലാവർക്കും പ്രയോജനം വരുവാൻ തക്കവണ്ണം താൻ അതെല്ലാം നമ്മൾ ചെയ്ത് ഞാൻ നിർത്തിയിടുകയാണ്. ഞാൻ നിങ്ങളോട് ചൊല്ലിയത് ആണ്ടോര് എന്നാ എഫെസ്യ ലേഖനത്തിലെ 19-ാം വാക്യത്തിൽ എന്നാ ചൊല്ലിയത്? രണ്ട് കൂട്ടർക്ക് പ്രയോജനം വരുന്ന കാര്യം നമ്മൾ പാത്താച്ച്, ഒന്ന് മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്ന രീതിയിൽ, അതായത് ആത്മീയ ഗീതങ്ങൾ പാടുമ്പോൾ മറ്റൊരു കേൾക്കുമ്പോൾ അവർക്ക് പ്രയോജനം വന്നിടും, അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞിടും. രണ്ടാമത് അവരോട് പേശിയുന്ന ആത്മീയ വചനങ്ങൾ അവരോട് പേശി അവരുടെ ഹൃദയത്തിൽ വന്നിടും. രണ്ടാമത്തെ കാര്യം എന്നതാ? അതായത് നമുക്ക് എപ്പടി നമുക്ക് സന്തോഷം നേടും? അത് നമ്മൾ മനസ്സിലെ നമ്മൾ പാട്ട് പാടി, അല്ലെങ്കിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ പാടി, അല്ലെങ്കിൽ ഗീതങ്ങൾ പാടി നമ്മൾ അവനെ സ്തുതിച്ചിടുമ്പോൾ, അവനെ സ്തോത്രം പണിടുമ്പോൾ ആർക്ക് പ്രയോജനം கிடைக்கும்? നമുക്ക് கிடைக்கும். ആണ്ടവർ നമ്മളെ പാക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിർത്തുക. നമ്മൾ വചനത്തിൽ നമ്മൾ വാസിച്ചത് നിങ്ങൾ വിസാരിച്ച് പാർക്ക് ഞാൻ ചൊല്ലിയ വചനങ്ങൾ, ആണ്ടോർ നമുക്ക് നൽകിയ വചനങ്ങൾ താൻ, അത് നിങ്ങൾ മറവാതെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആത്മീയ ഗീതങ്ങളാലും അന്യോന്യം പേശിയും നമ്മുടെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അവനെ സ്തുതിച്ചും നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നമ്മൾ പേശുമ്പോൾ ആണ്ടോർ നമ്മളെ മഹത്വപ്പെടുത്തും. ആണ്ടോർ നമ്മളെ ഉപകരിക്കും. ആണ്ടോർ നമ്മളെ പുകഴ്ത്തും. ആണ്ടോർ നമുക്ക് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടയാക്കും. അന്നേരം ആണ്ടവരുടെ ചിത്തത്തിന് വേണ്ടി നമ്മൾ എന്നാ பண்ணണം? ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് നമ്മൾ പണ്ണേണ്ട ആവശ്യം ഇരിക്കുക. ആണ്ടവരുടെ നാമ്പടും പാട്ടെ. എൻ്റെ നമ്പർ ഞാൻ നിങ്ങളോട് പിന്നെയും പേശിയിടാം. എൻ്റെ നമ്പർ 9791843308. അതായത് 979-184, അതായത് 184-3308, അതായത് 3308. അതുതാണ് എൻ്റെ നമ്പർ. ഞാൻ നേരത്തെ ഞാൻ തപ്പ് നമ്പർ ചൊല്ലിയാച്ചേ, അത് ഞാൻ വയസ്സായ മനുഷ്യൻ, നിങ്ങൾ എന്നോട് മன்னிച്ചിട്. അതുകൊണ്ട് നിങ്ങൾ ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും